ഇതൊരു ക്യാരറ്റ് ഷെയ്ഡ് എന്ന് പറയാം. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിലുള്ള എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ഇച്ചിരി തിക്കായിട്ട് തന്നെ ആ വർക്ക് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. സോഫ്റ്റാണ് ഈ സാരി. കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഇത് ബ്ലൂവിൻ്റെ മറ്റൊരു ഡിസൈനാണ്. മെറ്റീരിയലും റേറ്റും എല്ലാം സെയിം തന്നെ. ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ. ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കുകൾ ഹാഫായിട്ട്, ഫുള്ളായിട്ട് ബോഡി പാർട്ടിലും അതുപോലെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഹാഫായിട്ടും ഇതിൻ്റെ വർക്ക് വരുന്നു. ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ഡിസൈനാണ്. ഇതിൽ ചെറിയ ഇങ്ങനെ ഡിസൈൻസ് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. ഉണ്ട്. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ചെറിയ ഡിസൈനും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് വരുന്നത്. ഒരു സെമി സിൽക്ക് സാരിയാണ്. വീഡിയോയിൽ കാണുന്നത് ഇച്ചിരി ഡാർക്കായിട്ടാണ് കാണുന്നത്. അതിലും സ്വല്പം ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണിത്. റേറ്റ് 800. ഇത് ബ്ലൂവിൻ്റെ മറ്റൊരു ഡിസൈനാണ്. സെമി സിൽക്കാണ് കേട്ടോ ഈ സാരിയെല്ലാം. ഉണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. ബാക്കിയുള്ള ഭാഗത്ത് ഹാഫായിട്ട് തന്നെ ഈ വർക്ക് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ അതേ മോഡൽ തന്നെയാണ്. മെറ്റീരിയലിലോ ഒന്നും ഒരു മാറ്റമില്ല. കളറിലും ഡിസൈനിലും മാത്രമാണ് മാറ്റമുള്ളൂ. ഇതൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. സ്വല്പം മാറ്റമുണ്ട്. ഇതിൻ്റെ പല്ലു ഉണ്ടോ, ഇങ്ങനെ തിക്കായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ബോഡി പാർട്ട് വേണ്ട, ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും താഴ്ഭാഗത്ത് ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ കണ്ടോ എംബ്രോയ്ഡറി വർക്ക് സിൽവർ വിത്ത് സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡും കൂടി ആയിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ടും വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. സോഫ്റ്റാണ് ഈ സാരി. അങ്ങനെ ചുളുങ്ങുന്ന ടൈപ്പുകളുമല്ല. നമുക്കൊന്ന് വാഷബിൾ ആണേലും കുഴപ്പമില്ല, വാഷ് ചെയ്യാനും പറ്റും. കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇത് അതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിലും കണ്ടോ സിൽവർ എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള സെമി സിൽക്ക് സാരിയാണ്. ഈ കളറൊക്കെ ഇപ്പോൾ ഇച്ചിരി നിറം കുറഞ്ഞവർക്കോ നിറമുള്ളവർക്കോ ഒക്കെ അനുയോജ്യമായ കളറുകളാണ്. എല്ലാം നല്ല കളറുകളുമാണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. ഈ ബ്ലൂവിൽ ഇച്ചിരി തിക്കായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഡാർക്ക് ബ്ലൂവും അതുപോലെ സെൽഫ് ബ്ലൂവും കൂടെ ഒരുമിച്ച് തിക്കായിട്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. കണ്ടോ, ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിന് ഇത് മറ്റൊരു ഷെയ്ഡാണ്. എല്ലാ കളറുകളും ഒന്നിനൊന്നും നല്ലതാണെന്ന് തന്നെ പറയാം. നല്ല ഡിസൈനുകളും. ഇതിലൊരു സിൽവർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓഫർ പ്രൈസിലാണ് കേട്ടോ ഈ സാരികളെല്ലാം വിൽക്കുന്നത്. 800 രൂപയാണ് ഇതിന് വില വരുന്നുള്ളൂ. കാരണം ഇത് ഒത്തിരി പേർക്കറിയാം ഈ സാരികൾ. ഇതിപ്പോൾ കാണുന്നവരോർക്കും ഞങ്ങൾക്ക് അതിലും വിലയിലായിരുന്നല്ലോ അന്ന് തന്നതെന്ന് ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഓരോന്ന് ഇതിപ്പം വിറ്റ് കഴിഞ്ഞ് ബാക്കി ഓരോന്ന് വന്ന പീസുകളാണ് ഇതെല്ലാം. ഇത് ബ്ലൂവിൻ്റെ മറ്റൊരു ഡിസൈനാണ്. ഇതിലുള്ള എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതിലും ഈ സിൽവറും ഇച്ചിരി ലൈറ്റായിട്ട് ബ്ലൂവും ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. അത് പല്ലു പോർഷനാകുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നു. ബാക്കി ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഹാഫായിട്ടും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് 800.